നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കുത്തുമാറി ശാരിക്ക് കൊള്ളുവാണ്. പൈസ കല്യാണിയെ ലക്ഷ്യമായിട്ട് കുത്തിയതാണ്. പക്ഷെ അത് കൊള്ളുന്ന ശാരിക്ക് കറണ്ട് ഇല്ലാത്തോണ്ട് ആർക്കിട്ടാ കുത്ത് കിട്ടിയെന്നുള്ള കാര്യമൊന്നും മനസ്സിലായില്ല. ശാരി അലറി വിളിച്ച് കരയുമ്പോഴത്തേനും പൈസ വീണ്ടും കുത്തുവാണ്. അപ്പോഴേക്കും കല്യാണി ആന്റിന്ന് അവിടെ നിന്ന് വിളിച്ചലറുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ പൈസന് മനസ്സിലായി കുത്തു മാറിയാണ് കൊണ്ടിരിക്കുന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, അവിടുന്ന് അടുക്കള വശത്തെ കഥ തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഈ സമയത്ത് കല്യാണി പോയി മെയിൻ ഓണാക്കി. ഓണാക്കുമ്പോ കാണുന്ന കാഴ്ച ചോരക്കകത്ത് കുളിച്ചു കിടക്കുന്ന ശാരിയാണ്. ഒരു നിമിഷം കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കല്യാണിക്ക് മനസ്സിലായി ആക്രമി ആന്റിയാണ് ഉപദ്രവിച്ചിരിക്കണെന്ന്. തന്നെ ലക്ഷ്യമിട്ട് വന്നാണ്. പക്ഷെ ആന്റി ഇടയ്ക്കിലേക്ക് വന്ന് കേറി. കല്യാണി ആന്റി എന്നെ കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണി വിചാരിച്ചോണ്ടിരുന്ന എന്താ, ശാരിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ശാരി ഇടയ്ക്കിലേക്ക് വന്ന് പെട്ടതാന്നുള്ള കാര്യം. പെട്ടെന്ന് കല്യാണി ഫോൺ എടുത്ത് കിരണിനെ വിളിക്കണം. കിരണേട്ട എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞു. എന്താ കല്യാണി? അത് വന്നിട്ട് പറയാം, പെട്ടെന്ന് വരാൻ പറയണം. കല്യാണിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ചോര പറന്ന് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശാരിയും കല്യാണി മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കിരണും പാഞ്ഞു വരുമ്പോഴത്തേനും ശാരിയെ കുളിച്ച് കിടക്കുന്ന ശാരിയെ കാണുന്നത്. എന്താ കല്യാണി, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്താണ് കല്യാണി കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരെ എന്താണെന്നും അറിയത്തില്ല കിരണേട്ടാ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനുമാണ് മുറിയിലെടുത്ത് നിൽക്കുന്നുണ്ട്. മാസ്ക് പോലെ മുഖത്തൊരു മുഖം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. ഇനി ആ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ ആരാണ് അന്നോ അങ്ങനെ എന്തോ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവരെന്നെ കുത്താൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി ഓടി വന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഓഫ് ചെയ്തു. ആ സമയത്ത് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ആൻറ്റി എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നൊന്നും തോന്നുന്നത്. ഞാൻ ആൻറ്റിയെ അലറി വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റി വന്നു കഴിഞ്ഞപ്പം അവന് ഞാനാന്ന് കരുതിയിട്ട് ആൻറ്റിയെ കയറി കുത്തിയെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലെ പിഴവ്, ഞാൻ ഒരു കാരണവശാലും നിന്നെ അവിടെ തനിച്ചാക്കിയിട്ട് പോകാനായിട്ട് പാടില്ലായിരുന്നു പറഞ്ഞു. കല്യാണി പറഞ്ഞു, ആൻറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ശാരിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. കിരൺ പറഞ്ഞു, അറിയില്ല എന്നൊക്കെ പറയാണ്. ഇനി എങ്ങനെ സരുവിനെ വിളിച്ച് പറയണമല്ലോ, എങ്ങനെ വിളിച്ച് പറയും? ഈ സമയം കല്യാണി പറഞ്ഞു, ഞാൻ കാരണമല്ലേ ശത്രുക്കളൊക്കെ ഇല്ലെന്നോർത്തുള്ള സന്തോഷത്തിലായിരുന്നല്ലോ നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കിരണേട്ടാ, ഇപ്പോഴും ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും കിരൺ പറഞ്ഞു, എന്നാലും ഇനി ആരായിരിക്കും? ഇനി ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കുമോ? ഗംഗാപ്രസാദിനെ തീർത്തന്റെ വൈരാഗ്യം തീർക്കാനായിട്ട് വന്നതായിരിക്കുമോ? അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാർത്തികേച്ചിയോടല്ലേ ഏറ്റവും കൂടുതൽ വൈരാഗ്യം തോന്നണ്ടേ? അതിന് എൻ്റെ നേർക്ക് തിരിയേണ്ട കാര്യമുണ്ടോ? അല്ല, ഇനിയിപ്പോൾ ആ വിക്രത്തിന്റെ കൂട്ടാളികൾ ആരാണെങ്കിലും പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ ICUലേക്ക് കയറ്റുവാണ്. ഈ സമയത്ത് കല്യാണി കിരണൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് അവിടെ നിൽക്കുക. പിന്നീട് കിരണ് ചന്ദ്രസേനന്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനൻ രൂപയൊക്കെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ചന്ദ്രസേനൻ പെട്ടെന്ന് വന്നു. ചന്ദ്രസേനൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും കിരണ് കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പം സേനൻ പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ. ശരിക്കും കല്യാണി മോളെ അവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവിടെ വീട്ടിലായിരുന്നെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, നമ്മൾ വേണമായിരുന്നു അത് നോക്കാനായിട്ട്. ശത്രുക്കളെല്ലാം തീർന്നെന്നുള്ള സന്തോഷത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഡോക്ടറോട് കിരൺ പോയി കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞൊന്നും പറയാറായിട്ടില്ല, 1-2 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര വിഷമായി. തന്നെ രക്ഷിക്കാനായിട്ടായിരിക്കും ആന്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നൊരു ചിന്തയായിരുന്നു കല്യാണിയുടെ മനസ്സിൽ. ഈ സമയം സരിയു ഭയങ്കര സന്തോഷത്തിലാ. കുറച്ച് കഴിയുമ്പോഴത്തേനും പൈസ തന്നെ വിളിക്കും, അല്ലെങ്കിൽ തൻ്റെ അമ്മ തന്നെ വിളിക്കും. കരയാൻ റെഡിയായിട്ട് താൻ ഇരിക്കണം കല്യാണിന്റെ മരണവാർത്ത കേൾക്കാനായിട്ട്. പക്ഷെ ഇതുവരെയായിട്ടും വിളിച്ചല്ലോ. ഇത്ര സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായിരിക്കും പോലും വിളിക്കാത്ത എന്നൊരു ചിന്തയായിരുന്നു കല്യാണിന്റെ മനസ്സിൽ. ഇനിയിപ്പം പൈസ എത്തി അവന് കൃത്യം നിർവഹിക്കാൻ പറ്റിയില്ലേ? അങ്ങനെ വരത്തില്ല. അമ്മ കഥ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഥ കഴിച്ചിരിക്കും. അതിന് പിന്നെ പ്രത്യേകിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് സരയുവിന്റെ ഫോണിലേക്ക് കിരണിന്റെ ഫോൺ കോൾ വരുന്നത്. ഇവനെന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്നത്? നല്ലൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന സാരമില്ല, കോൾ എടുക്കാന്നൊക്കെ ഓർത്ത് എടുക്കുമ്പോഴത്തേനുമാണ് കിരൺ പറയുന്നത്, സരു നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്താണ് കിരണെ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. നീ പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. സരു കോള് കട്ട് ചെയ്തു. അവള് ഹോസ്പിറ്റലായി കാണും. മിക്കവാറും അവളുടെ കഥ ഇന്നത്തോടു കൂടി കഴിയും. ചിലപ്പോൾ ഇനി അവള്
രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നോർത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ പോകാം എന്നൊരു സന്തോഷത്തിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും താര വന്നിട്ട് ചോദിച്ചു, മോളെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ടായാലും നിങ്ങൾക്ക് എന്താ, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നിങ്ങൾ കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും താര ആലോചിച്ചത് എന്താ പോലും സംഭവം. രാത്രിയിൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് എഴുന്നേക്കുന്നു, ആരെയോ കൊല്ലുന്ന കാര്യമോ മരിക്കുന്ന കാര്യമോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അണ്ടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്താ ഏതാന്നും താരയ്ക്കൊട്ടും മനസ്സിലായതുമില്ല. ഒരു നല്ല കാര്യമല്ലെന്ന് മനസ്സിലായി. കാരണം സരുവിന്റെ ഏറ്റവും വലിയ ശത്രു കല്യാണിയാണല്ലോ. അപ്പൊ കല്യാണിക്കെതിരെ എന്തേലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത പോലും താരയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് കല്യാണി എത്രയും പെട്ടെന്ന് മരിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സരയു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ കിരണും കല്യാണിയും കൂടെ ഐസുവിന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ഇവളും മരിച്ചിട്ടില്ലേ എന്നൊരു ചിന്തയായിരുന്നു. പ്രേതത്തെ കണ്ടൊരു അവസ്ഥയായിപ്പോയി സരുവിന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് സരു അങ്ങോട്ട് പാഞ്ഞു വന്നു. എന്താ കിരണേ, എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താ വെച്ചാൽ പറ. അത് ഏതോ ഒരുത്തൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് കല്യാണിയെ കൊല്ലാനായിട്ട് വന്നേ. പക്ഷേങ്കില് കൃത്യസമയത്ത് തന്നെ ആന്റി വന്നോണ്ട് കല്യാണിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആന്റിയുടെ ജീവൻ അപകടത്തിലായി. ആന്റി ഐസിയുല. എന്തായതൊന്നും അറിയത്തില്ല. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞേക്കുന്ന കുറെ സമയം കഴിയണം, എന്തെങ്കിലും പറയാൻ ഇച്ചിരി ഗുരുതരമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരയും ഞെട്ടിപ്പോയി. അപ്പൊ ഇവൾക്ക് ഇനി ഒന്നും സംഭവിച്ചില്ലേ, തന്റെ അമ്മയ്ക്കാണോ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായി. സരുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. കാരണം താൻ കാരണമാണെന്നൊരു ചിന്ത. എന്നാലും അവരെന്തിനായിരിക്കും എന്റെ ഇടയ്ക്കിലേക്ക് കയറിയത്. അപ്പോഴാണ് കല്യാണി നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. ഗുണ്ട അങ്ങോട്ടേക്ക് വന്നതും പിന്നീട് താൻ മെയിൻ ഓഫ് ചെയ്തും ആ സമയത്ത് ആന്റി അങ്ങോട്ട് വരുന്നതൊക്കെ. ഇവർക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു, അവരെന്തിനാ ഇടയ്ക്കിലേക്ക് വന്ന് കയറിയത്, അവർക്ക് ആ മുറിയിൽ എങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സരുവിന്. പക്ഷേങ്കില് ഇനി ഇവർക്കൂടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സരുവിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ആ സമയം കല്യാണിയും കിരണൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് സരുവിനെ. സരു നീ വിഷമിക്കാതിരിക്കുക, സാരമില്ല, സങ്കടപ്പെടണ്ട, ഒന്നും സംഭവിക്കില്ല ആന്റിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ സരുവിന്റെ മനസ്സിൽ ഇവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവള് കാരണം ഇവളെ ഉപദ്രവിക്കാനായിട്ട് ആര് എന്നിട്ടുണ്ടെങ്കിലും അവർക്കിട്ടെല്ലാം പണി കിട്ടുവാണല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീടാണ് രതീഷും കാദംബരി ഈ കാര്യങ്ങൾ അറിയണേ. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രതീഷ് കാദംബരിയോട് പറഞ്ഞു, കാദംബരി എനിക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആ സരയുവാണോന്ന്. അല്ലെങ്കിൽ കണ്ടോ, ആ ശാരിയാൻ്റെ ഉള്ള സമയത്തല്ലേ ഇതൊക്കെ സംഭവിച്ചേ, ആ വീട്ടിൽ വെച്ചല്ലേ സംഭവിച്ചിരിക്കുന്നേ. ഇനി ഇവരെല്ലാരും കൂടെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും കാദംബരി പറഞ്ഞു, അതൊന്നും അറിയത്തില്ല രതിയേട്ടാ. ഇനിയിപ്പം അങ്ങനെ എന്തേലും ആണെങ്കിൽ ഇപ്പോഴും കല്യാണിന്റെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് നമുക്ക് കിരൺ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം, ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറയാം, ആ സരുവിനെ സൂക്ഷിക്കാൻ പറയണമെന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, ഇപ്പൊ അവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. മാറ്റം അതൊന്നും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാറ്റമല്ല. അവളല്ലേ ആള്, അവൾ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറഞ്ഞു. അവള് ചെയ്ത ക്രൂരതകളൊക്കെ അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശത്രുക്കളെ എല്ലാരെയും വകവരുത്തിയതല്ലേ. ഇനിയിപ്പം ഏത് ശത്രുവോ വരാനായിട്ടിരിക്കുന്നേ. എന്റെ അറിവില് ഗംഗാപ്രസാദും വിക്രവും രാഹുലും എല്ലാം പോയി. ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളെ ഇല്ലാതാക്കിയതാ. അപ്പൊ പിന്നെ ഇനി ഏതാ ശത്രുക്കളുള്ളതെന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, അത് ശരിയാ, അതാ പറഞ്ഞത്. ഇനിയിപ്പൊ സരയു എങ്ങനെ ഏർപ്പാടാക്കിയതാണെന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെ അവരുടെ മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി ഫുൾ വിശേഷം വന്നു കഴിയും പറയാം. ശാരി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ, അതോടുകൂടി തീർന്നോ എന്നുള്ള കാര്യം. എന്നാണെങ്കിലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന അവസ്ഥയായിപ്പോയി സരയുവിന്. കാരണം കല്യാണിയെ കൊല്ലാൻ എപ്പോഴൊക്കെ പ്ലാൻ ചെയ്തോ, എന്തൊക്കെ ചെയ്തോ, ഒടുവില്ലാതെ ബൂമറാങ് വരെ തിരിച്ചടിക്കുവാണ് സരയുവിനിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.